രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. സനാതനധർമ്മത്തിന്റെ ജീവിതക്രമം ഇതാണ്. തന്റെ ഈ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സാഹചര്യങ്ങളെയെല്ലാം തനിക്ക് അനുകൂലമായി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആധുനിക മനുഷ്യന്റെ സമ്പ്രദായമല്ല സനാതനധർമ്മം. പിന്നെയോ ലോകത്തിന്റെ മുഴുവൻ ഹിതത്തിനു വേണ്ടി, ലോകത്തെ മുഴുവൻ അറിഞ്ഞുകൊണ്ട്, തന്നെയും മനസ്സിലാക്കിക്കൊണ്ട് ലോകഹിതത്തിനു വേണ്ടിയിട്ട് നിരന്തരം സ്നേഹബുദ്ധിയ പ്രവർത്തിക്കുവാൻ, അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഏറ്റവും വലിയ ദർശനമാണ് സനാതനധർമ്മം. അത് സനാതനമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. അത് എന്നും എല്ലാവരെയും നിലനിർത്തുന്നതുമാണ്. അങ്ങനെയുള്ളതാ ഈ ധർമ്മത്തെ കുഞ്ഞെ നീ മനസ്സിലാക്കിക്കൊള്ളൂ. നീ രാമനെ നന്നായി അറിയണം, നീ ദശരഥനെ നന്നായി അറിയണം, എന്നെ അറിയണം, സീതയെ അറിയണം, അതേപോലെ അയോധ്യ അറിയണം, കാടിനെ അറിയണം. വിപുലമായ അർദ്ധമണ്ഡലങ്ങളോടുകൂടിയ ഈ ഉപദേശം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അതിലുള്ള ഒരർത്ഥം മാത്രം ഇപ്പോൾ പറഞ്ഞ് ഉപസംഹരിക്കുന്നു. അല്ലയോ ലക്ഷ്മണ, നീ രാമനെ ദശരഥനെന്നറിഞ്ഞുള്ളൂ. രാമം ദശരഥം വിധി. ഈ രാമൻ ദശരഥനാണ് എന്നറിഞ്ഞുകൊള്ളൂ. ആരാ രാമൻ? രാമൻ ലക്ഷ്മണന് ജ്യേഷ്ഠനാണ്. ആരാ ദശരഥൻ? ലക്ഷ്മണന് അച്ഛനാണ്. രാമനും അച്ഛനാണ് അദ്ദേഹം. ഈ രാമൻ ദശരഥനാണ് എന്നറിഞ്ഞുകൊള്ളൂ, നിന്റെ അച്ഛനാണ് എന്നറിഞ്ഞുകൊള്ളൂ. ജ്യേഷ്ഠഭ്രാതാവിന് ഭാരതീയ കുടുംബസങ്കല്പം നൽകിയിരിക്കുന്ന പവിത്രമായ സ്ഥാനമാണത്. ജ്യേഷ്ഠൻ പിതാവാണ്. അതാണ് അല്ലയോ കുഞ്ഞെ, ഈ രാമൻ ദശരഥനാണ് എന്നറിഞ്ഞുകൊള്ളൂ, നിന്റെ അച്ഛനാണ് എന്നറിഞ്ഞുകൊള്ളൂ. രാമൻ കൺമുന്നിലുണ്ട്, ലക്ഷ്മണന്റെ മുന്നിൽ അപ്പോൾ എല്ലാവരുടെയും കൺമുന്നിലുണ്ട്, ദശരഥനും കൺമുന്നിലുണ്ട്. അങ്ങനെ ഈ രണ്ടുപേരും കൺമുന്നിലുണ്ട്. സുമിത്ര എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയുന്നു, അല്ലയോ ലക്ഷ്മണ, ഈ രാമൻ നിനക്ക് ദശരഥനാണ്, നിന്റെ പിതാവാണെന്ന് അറിഞ്ഞുകൊള്ളൂ. നിന്റെ അച്ഛനെ ദശരഥനെ നീ ഏതു പ്രകാരത്തിൽ ആദരിക്കുന്നുവോ അതേ പ്രകാരത്തിൽ ഒരു വ്യത്യാസവും കൂടാതെ നീ രാമനെ ആദരിക്കണം, പൂജിക്കണം, രാമനെ സേവിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിനക്ക് വേദമാണ്, അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങൾ നിനക്ക് വേദമാണ്, നിന്റെ പരമലക്ഷ്യമാണ്. അതിനപ്പുറം നിനക്ക് യാതൊന്നുമില്ല. അതേപോലെ സീതയോ മാം വിദ്ധി ജനകാത്മജാം, ജനകപുത്രിയായിരിക്കുന്ന സീത, രാമന്റെ പത്നിയായിരിക്കുന്ന സീത, ആ സീതയെ ഞാനെന്നറിഞ്ഞുകൊള്ളൂ. ആരാ ഞാൻ? സുമിത്ര, ലക്ഷ്മണന്റെ അമ്മ. ഈ സീതാ ഭഗവതിയെ നീ അമ്മയാണ് എന്നറിഞ്ഞുകൊള്ളൂ. രാമൻ അച്ഛനാണ്, സീത നിന്റെ അമ്മയാണ്. അല്ലയോ ലക്ഷ്മണ, ഈ നിൽക്കുന്ന സുമിത്രയാണ് ഈ സീത. നിന്റെ അമ്മയായിരിക്കുന്ന സുമിത്രയോട് നിന്റെ ഹൃദയത്തിലുള്ളതായ ആദരവും സ്നേഹവും സമർപ്പണവും എത്ര കണ്ട് ഉത്കടമാണോ, പവിത്രമാണോ, അതേപോലെ എന്നെ കാണുന്നത് പോലെ അത്ര കണ്ട് ഭക്തിയോടുകൂടിയിട്ട്, സമർപ്പണത്തോടുകൂടിയിട്ട് സീതയെ നീ ആദരിച്ചു കൊള്ളണം. സീതയ്ക്ക് വേണ്ടിയിട്ട് നീ നിന്റെ സകല ചിന്തകളെയും സങ്കല്പങ്ങളെയും കർമ്മശേഷിയെയും നീ വിനിയോഗിക്കണം. സീത നിന്റെ അമ്മയാണ്. നിന്റെ അച്ഛനായ രാമനും നിന്റെ അമ്മയായ സീതയും ഈ ലോകത്തിൽ എവിടെയാണോ വസിക്കുന്നത്
ആ സ്ഥലമാണ് അയോധ്യ. ആർക്കും കടന്നു കയറി ആക്രമിക്കാൻ പറ്റാത്ത ഇടം എന്ന അയോധ്യ ശബ്ദത്തിന് അർത്ഥമുണ്ട്. യോദ്ധം അശക്യം. ഈ ലോകത്തിൽ ഒരു ദുഷ്ടശക്തിയും അയോധ്യയിലേക്ക് കടന്നു കയറിയിട്ട് ആക്രമിക്കാനാവില്ല. അതിന് കാരണമുണ്ട്. അതാണ് അയോധ്യയെ നീ നന്നായി മനസ്സിലാക്കണം, അടവിയെ നീ നന്നായി മനസ്സിലാക്കണം എന്നൊക്കെ അതിനകത്ത് അന്തർഭവിപ്പിച്ചു വച്ചിരിക്കുന്ന അർത്ഥത്തിന്റെ പ്രത്യേകത. അയോധ്യയെ ആർക്കും കടന്നു കയറി ആക്രമിക്കാൻ പറ്റൂല. കാരണം രാമൻ അച്ഛനായിരിക്കുന്നു, സീത അമ്മയായിരിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം എവിടെയാണോ ഉള്ളത് ആ ഇടം അതേതു തന്നെയായാലും അത് അയോധ്യയാണ്. അവിടെ പിന്നെ തെറ്റായ സങ്കല്പങ്ങൾക്ക് ഇടമില്ല, തെറ്റായ വിചാരങ്ങൾക്ക് ഇടമില്ല, അവിടെ സ്വാർത്ഥതയ്ക്ക് ഇടമില്ല, അവിടെ അതിക്രമങ്ങൾക്കും ഇടമില്ല. വിചാരങ്ങളും വികാരങ്ങളും സ്വാർത്ഥതയും ഒക്കെ കുന്നുകൂടുമ്പോഴാണ് അതിക്രമങ്ങൾ, യുദ്ധങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെയോ രാമനും സീതയുമാണ് സർവവും എന്നറിയുമ്പോൾ അവരുടെ സന്നിധിയില് പിന്നെ അതൊന്നും തന്നെയില്ല. അവരെവിടെയിരുന്നാലും അത് അയോധ്യയാണ്. ഈ അയോധ്യ ബന്ധുജനങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ഇവിടെ ദശരഥ മഹാരാജാവുണ്ട്, കൗസല്യുണ്ട്, സുമിത്രയാകുന്ന ഞാനുണ്ട്, കൈകേയിയുണ്ട്, അനേകം അമ്മമാരുണ്ട്. ഈ കൊട്ടാരത്തിലും ഈ നാട്ടിലുമുള്ള സ്ത്രീജനങ്ങളെല്ലാം നിനക്ക് അമ്മമാരാണ്. അങ്ങനെ അമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, സ്നേഹിതരുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളതായ ഈ അയോധ്യ തന്നെയാണ് രാമൻ ഇരിക്കുന്ന പ്രദേശം ഏതു തന്നെയായാലും. രാമൻ കാനനത്തിലേക്ക് പോയാൽ, കാനനത്തിൽ വസിച്ചാൽ ആ കാനനം അടവിയും അയോധ്യാം വിധി, അയോധ്യ എന്നറിഞ്ഞുള്ളൂ. ആ കാടാണ് നിനക്ക് അയോധ്യ. ബന്ധുജനങ്ങളെ കൊണ്ട് നിറഞ്ഞ അയോധ്യ, സർവ സൗകര്യങ്ങളുമുള്ള സന്തോഷപ്രദമായിരിക്കുന്ന അയോധ്യ. എന്തുകൊണ്ട്? രാമൻ വസിക്കുന്നത് അവിടെയാണ്, നിന്റെ അച്ഛൻ വസിക്കുന്നത് അവിടെയാണ്, നിന്റെ അമ്മ വസിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് അത് അയോധ്യയായി തീർന്നിരിക്കുന്നത്. ആ അയോധ്യയില് രാമൻ, മറ്റുള്ള എല്ലാവരും ധരിക്കും രാമൻ കാട്ടിലേക്ക് പോയി എന്ന്. രാമൻ കാട്ടിലേക്ക് പോകുന്നില്ല. രാമൻ എപ്പോഴും അയോധ്യയിലാണ്. രാമൻ എപ്പോഴും അയോധ്യയിലാണ്. രാമൻ വസിക്കുന്ന ഇടം, സീത വസിക്കുന്ന ഇടം അത് അയോധ്യയാണ്. അല്ലയോ കുഞ്ഞെ, ഇതറിഞ്ഞുകൊണ്ട് അടവിയെ, കാനനത്തെ അയോധ്യ എന്നറിഞ്ഞുകൊണ്ട്, അല്ലയോ താത, അല്ലയോ കുഞ്ഞെ, നീ യഥാസുഖം ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോടൊപ്പം, നിന്റെ അച്ഛനോടൊപ്പം, അമ്മയോടൊപ്പം അവർ വസിക്കുന്ന അയോധ്യയിലേക്ക് നീ സുഖമായി പോയിക്കൊള്ളുക. ആ അമ്മ അനുഗ്രഹിക്കുന്നു. ഭാരതത്തിന്റെ കുടുംബസങ്കല്പം ഇതാണ്. ഇതാണ് സനാതനമായ ധർമ്മം. ഇതാണ് സനാതനമായിട്ടുള്ള തത്വചിന്ത. ഇതാണ് സനാതനമായിട്ടുള്ള ശ്രേയസിന്റെ മാർഗം. എവിടെയാണോ ഈ ചിന്തയുള്ളത്, എവിടെയാണോ ഈ സങ്കല്പമുള്ളത്, അവിടെ യുദ്ധങ്ങളില്ല, അവിടെ മത്സര്യങ്ങളില്ല, അവിടെ അനിഷ്ടങ്ങളില്ല, അവിടെ വഞ്ചനകളില്ല, അവിടെ ആയുധ മത്സരങ്ങളില്ല, അവിടെ ആയുധ പ്രയോഗങ്ങളുമില്ല. അങ്ങനെ ഈ ജഗത്തിനെ മുഴുവൻ അയോധ്യയാക്കി തീർക്കുന്ന, യുദ്ധങ്ങളില്ലാത്തതാക്കി തീർക്കുന്ന, സ്നേഹമസൃണമായ കൃതയുഗത്തിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടെത്തിക്കുന്ന മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന ധാർമ്മികമായിരിക്കുന്ന യുഗം, കാലഘട്ടം, അതാണ് കൃതയുഗം. മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്നതായ യുഗം. ലോകത്തിൽ കലി ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. കലി വെച്ചാൽ കലഹം. കലഹത്തെ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യന്റെ തെറ്റായ ചിന്തകൾ കലഹത്തെ ഉണ്ടാക്കുന്ന ലോകത്തില് സകല യുദ്ധങ്ങളും മനുഷ്യ മനസ്സിൽ നിന്നാണ് ഉണ്ടായത്. സകല അതിക്രമങ്ങളും മനുഷ്യ മനസ്സിൽ നിന്നാണ് ഉണ്ടായത്. മനുഷ്യ മനസ്സിൽ നിന്നുണ്ടാകാത്തതായ ഒരു അതിക്രമവും ഈ ലോകത്തില് ഇന്നോളം ഉണ്ടായിട്ടില്ല. പിന്നെയോ അങ്ങനെയുള്ളതായ മനസ്സിനെ പഠിപ്പിച്ച് ആ മനസ്സിനെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനസ്സ് ഈ ലോകത്തിന് എന്നും ശാന്തിയെ നിറയ്ക്കും. പിന്നെ ഇവിടെ യുദ്ധങ്ങളില്ല, മത്സര്യങ്ങളില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ് മനുഷ്യൻ, ജ്ഞാനിയായ മനുഷ്യൻ, അറിവുള്ളവനായ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്നതായ യുഗം, കൃതയുഗം.
എപ്പോഴാണോ രാമനെ അച്ഛനായും സീതയെ അമ്മയായും കാടിനെ പോലും അയോധ്യയായും അറിയുന്നത്, അപ്പോൾ കൃതയുഗം നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുന്നു, കൃതയുഗം ഈ പ്രപഞ്ചത്തിൽ ഉദിക്കുന്നു. ഇതാണ് സനാതനം, ഇതാണ് സനാതന ധർമ്മം. ഈ ശ്ലോകത്തിന്റെ ബാക്കി അർത്ഥതലങ്ങൾ കുറെയെങ്കിലും നമുക്ക് നാളെ ചിന്തിക്കാം. നാളെ 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. എന്നിട്ട് നമുക്ക് വാൽമീകി രാമായണത്തിലൂടെയുള്ള നമ്മുടെ ഈ പ്രയാണം തുടരാം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.